ഇവിടെ നല്ല മഴ കേട്ടോ. നമ്മളായി ടോൾ ഒഴിവാക്കാൻ വേണ്ടി വേറെ റൂട്ട് പിടിച്ച് നല്ല പ്രശ്നമായിട്ടോ നാട്ടുകാരോട് കഴിച്ചിലായിട്ടും അടിക്കാൻ വന്നീന്. ട്രാവൽ തുടങ്ങിയിട്ട് ഫസ്റ്റത്തെ കുക്കിങ്. ഇൻഫിനിറ്റി നോമാഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മളെ ചേട്ടനാ കേട്ടോ. तुम्हारा नाम बोलिए? सुकुमार. हमारा रहमान है. कैलिकट. वेरी गुड. खाना हो गया? खाना अभी नाश्ता किया. अभी लंच चाहिए. अभी टेंपल चाहिए बस. टेंपल देख लिया. सब देख लिया. वेरी गुड. कैसा लगा आपको? बहुत अच्छा लगा. अच्छा, बहुत सुंदर है. वेरी गुड. അപ്പോൾ अपना ख्याल रखिए. ജറൂർ. ओके ബൈ ബൈ. कैरी ऑन. ഓക്കെ. ഇവിടെ ഫുള്ള് മഴ കേട്ടോ. നല്ല മഴ ഉണ്ട്. ബാഗ് ഇതാ ഒന്ന് നടക്കുമ്പോത്തിന് പിന്നും മഴ നിൽക്കുന്നു, വീണ്ടും മഴ. നല്ല ലാഗാവുന്നുണ്ട്. ഞാൻ അപ്പൊ അങ്ങനെ ഉടുപ്പിന്ന് ഇറങ്ങി 2 ദിവസം ഇവിടെ സ്റ്റേ ചെയ്ത് കൃഷ്ണമാത ടെമ്പിളിൽ ഇവിടെയാണ് ടെന്റ് അടിച്ചത്. അപ്പോ ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ലോക്കൽ ആളുകൾ ഏകദേശം മാംഗ്ലൂർ സൈഡും ഈ ഉടുപ്പി മാൽപ്പേ ആ ഭാഗത്ത് കൂടുതൽ സംസാരിക്കുന്നത് തുളു എന്ന് പറയുന്ന ലാംഗ്വേജ് ആണ്. കന്നഡ ഉണ്ട്, കന്നഡ അവർക്ക് അറിയാമെങ്കിലും ഒരു കൂടുതൽ തമിഴ് സംസാരിക്കും തുളു തന്നെയാണ്. അപ്പൊ ഇന്ന് മിക്കവാറും മൈസൂർ പിടിക്കാമല്ലോ വയ്യ. ഇന്നലെ ഇതേപോലെ വന്ന് നിന്നത്, ഇന്നലെ ഇറങ്ങിന്. പക്ഷെ ലിഫ്റ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല. പിന്നും തിരിച്ച് അവിടേക്ക് തന്നെ പോയി ടെന്റ് അടിച്ച്. ഇന്നിപ്പോ നേരെ തലപ്പാടി ടു മൈസൂർ പിടിക്കാൻ ചെയ്തു. ഇവിടെ നല്ല മഴ കേട്ടോ. അതുകൊണ്ടങ്ങള് ഞാൻ ലിഫ്റ്റ് അടിക്കാണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മഴയൊക്കെ നിന്നിട്ടോ. മഴ ഉണ്ട്, വെയിലുണ്ട്, ചെറിയ ചാറ്റല് പിന്നെയും ഉണ്ട്. അവിടെ അത്യാവശ്യം റോഡ് വീതിയുണ്ട്. ചോദിച്ചാൽ ചിലപ്പോൾ നിർത്തും. അവിടെ ചോദിച്ചു പോകാം. ഞാൻ അവിടെ നിന്നിന്. ഇപ്പം നേരെ അങ്ങോട്ടേക്ക് പോവാം. കാരണം ഇത് ഇറക്കായതുകൊണ്ടാണോ അറിയില്ല, നിർത്തുന്നില്ല. വണ്ടി ഭയങ്കര ഫാസ്റ്റാണ്, റെസ്പോൺസീവ് ഇല്ല. സോ അങ്ങോട്ടേക്ക് പോയേക്കാം. അതാകുമ്പോൾ ചെറിയ കയറ്റല്ലേ, ചിലപ്പോൾ നിർത്തും. ഉണ്ടോ അത്യാവശ്യം വീതി കൂടുതലുണ്ട്. ചെറിയ കയറ്റം കൂടി ആയതുകൊണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്താണെന്നറിയില്ല, നോക്കാം. എൻ്റെ ബാഗിനെ അവിടെ വെക്കാം. ഇവിടുന്ന് ചോദിച്ചു നോക്ക് എന്താ അവസ്ഥ. അങ്ങനെ വണ്ടി കിട്ടി. ഇത് കൊച്ചി വരെ പോവും. അഹമ്മദ്. അപ്പൊ അഹമ്മദിന്റെ കൂടെ കൊച്ചി വരെ അല്ല, തലപ്പാടി വരെ പോവും. അവിടുന്ന് നേരെ മൈസൂര്. കുറച്ചേരം നിന്ന്, പക്ഷെ എന്തായാലും കിട്ടിട്ടോ. मैं केरला. कोची जाता है ना, और उसके आगे आता है कैलिकट. ഈ പമ്പിൽ നിർത്തിയിട്ടുണ്ട് വെള്ളം നിറയ്ക്കാൻ വന്ന. ഞാൻ തലപ്പാടിയിൽ എത്തിയിട്ട് വേണം അവിടുന്ന് കുക്കിംഗ് ചെയ്യാൻ. പവർ ബാങ്ക് തന്നെ പിന്നെ അവിടെ ചാർജ് ഇട്ട് ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ്. എവിടെയെങ്കിലൊക്കെ പോവും, എന്നിട്ട് അവിടെ ചാർജിങ്ങിനോ സൗകര്യം ഉണ്ടെങ്കിൽ, ഇപ്പോൾ KSRTC-യിലാണെങ്കിൽ സൗകര്യം ഉണ്ടാവും, അപ്പോൾ അവിടെ ചാർജ് ചെയ്യും. ഇങ്ങനെയൊക്കെ ഞാൻ പവർ ബാങ്ക് ചാർജ് ചെയ്ത് നമ്മളെ ടോൾ ഒഴിവാക്കാൻ വേണ്ടി വേറെ റൂട്ട് പിടിച്ച്. ബയ്യക്കും അറിയില്ല ഏതാ റൂട്ട് തന്നെ.
വെറുതെ ഗൂഗിൾ മാപ്പ് ആ മുന്നിൽ കാണുന്ന വണ്ടി എവിടെയാണോ പോണ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ സത്യം പറയണ ടോൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഇവിടുന്ന് ഒരുപാട് പോവാണ്ട്. അതിലും ഡീസൽ ഇങ്ങനെ പോകും. അത് വെച്ച് നോക്കുമ്പോൾ പൊട്ടത്തരാണെന്ന് തോന്നുന്നുണ്ട്. ടോൾ ഒഴിവാക്കാൻ വേണ്ടി വന്ന് ഒരുപാട് ദൂരം വന്ന്. ഞാൻ അപ്പളേ പറഞ്ഞില്ല പൊട്ടത്തരാണ്, ഡീസൽ കുറേ പോയി. ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ പോയി. നല്ല പ്രശ്നമായിട്ടോ നാട്ടുകാരോട്. ചെറിയ ഉള്ളോട്ടുള്ള സ്ഥലമാണ്, നല്ല പ്രശ്നമായി. നമ്മളെ വയനാട് നല്ല ചൂടാവലും. ചാവും ചാവും കഴിച്ചിലായിട്ട് അടിക്കാൻ വന്നീന്. अभी ऐसा घुसेगा तुम? अभी ऐसा घुसेगा? इसकी वजह से आए अभी। मेरे को अभी ऐसा लग रहा है पैसा नहीं होता तो अच्छा थोड़े के लिए गाड़ी खाना पड़ता है. ഇതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. ഡീസൽ കുറേ പോയി, നാട്ടുകാരെ തെറിയും കേട്ട്. इधर से बाहर निकलने दो. അങ്ങനെ മെയിൻ റോഡ് നാഷണൽ ഹൈവേയിലെത്തി. ബായ് എന്തായാലും ഒരു പാഠം പഠിച്ചു. ഇനി ഇട റൂട്ടിൽ കൂടെ ബായ് പോകില്ല. അങ്ങനെ ഇവിടുന്ന് വിട പറഞ്ഞു. അപ്പം ഇന്ന് ഫസ്റ്റ്, അഥവാ എൻ്റെ ട്രാവൽ തുടങ്ങിയിട്ട് ഫസ്റ്റത്തെ കുക്കിങ്. ഇന്ന് നമുക്ക് ഓട്സ് ഉണ്ടാക്കാം. കുറച്ച് ഓട്സ് ഉണ്ട്. ഇവിടുത്തെ ഫുഡിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്. 100 റുപ്യ എങ്ങനെയും കൊടുക്കണം. അത്യാവശ്യം ഫുഡ്, ചോറും കാര്യങ്ങളൊക്കെ കുറച്ച് തട്ടായിട്ട് ഒരു തരാം. ആദ്യം കുറച്ച് തരും, പിന്നെ ചോദിച്ചാൽ പിന്നെ അതിനൊക്കെ പൈസ. അപ്പം അതിലും ഭേദം ഇങ്ങനെ ഫുഡ് നമ്മളതിൽ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി കഴിക്കുന്ന ഏറ്റവും ബെറ്റർ. കാണുന്നത് പാലുണ്ടോ, പാൽപ്പൊടി ഇട്ടിട്ട് ഉണ്ടാക്കിയത്. ഏകദേശം ഓട്സ് ആയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടാണോ അറിയില്ല. ഫുഡൊക്കെ ഏകദേശം കഴിച്ചതിന് ഇതൊന്ന് കഴുകണം. പിന്നെ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് ലിഫ്റ്റ് കഴിക്കാൻ തുടങ്ങും. ഇപ്പം ഏകദേശം എല്ലാം പാക്കായി. അവിടുന്ന് കുറച്ച് പഞ്ചസാര കിട്ടിയതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഉണ്ടാക്കാൻ പറ്റി. പഞ്ചസാര ഞാൻ മേടിച്ചിട്ടില്ല, ഇനി മേടിക്കണം. അപ്പോൾ ഇനി ലിഫ്റ്റ് വെച്ച് നോക്കാം. അവിടുന്ന് ഞാനെന്താ ഇവിടുന്ന് ഇനിയിപ്പോൾ ലിഫ്റ്റ് വെച്ച് നോക്കാം. കിട്ടാൻ മതി. ഉച്ച ടൈം ആയതുകൊണ്ട് എങ്ങനെയാണെന്ന് പറയാൻ പറ്റൂല. നോക്കാം. ഞാൻ ഏകദേശം 5:15 വരെ അവിടെ തന്നെ ആയിരുന്നു. ഹിച്ചേക്കിങ് എന്തായാലും പോസിബിൾ അല്ല, കാരണം വണ്ടി തീരെ നിർത്തി തരാനില്ല. ബാംഗ്ലൂർ സൈഡിലേക്കൊന്നും വണ്ടി ഒന്നും ഇല്ലെന്ന്. പക്ഷെ അന്ന് കിട്ടിയിരുന്നുള്ളൂ. ഞാൻ പ്രത്യേകിച്ച് ഇവിടെ വരാൻ കാരണം അന്ന് ഏകദേശം ഒരു കൊറോണ ടൈമിൽ തന്നെ ഒരു 3-4 വണ്ടി എങ്ങാനും നിർത്തിയിട്ട് ബാംഗ്ലൂർ സൈഡിലേക്കാണ് ഉണ്ടോയെന്ന് ചോദിച്ചിരുന്നു. അത് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ ഹിച്ചേക്കിങ് എന്തായാലും നടന്നില്ല. ഇന്നിപ്പോൾ ഞാനിതാ ഇവിടെ എച്ച് പിയിൽ ഇവിടെ ടെൻ്റ് അടിക്കാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ നാളെ രാവിലെ ഇവിടെ തൊട്ടടുത്ത് തന്നെ മറ്റേ ഇത് വരുന്ന ടോൾ പാസ്, അവിടെ പോകണം നാളെ. എന്നിട്ട് ഒന്നുകൂടെ ഹിച്ചേക്ക് ചെയ്തൊക്കെ രാവിലെ ആകുമ്പോൾ പോസിബിൾ ആണ്, കുഴപ്പമില്ല, കിട്ടും.